നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ വലിയ ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം നടക്കുന്നത്. പെല്ലറ്റ് ആക്രമണത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായാണ് അവിടെ രാഹുൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജന്തർ മന്ദറിൽ നടന്ന CJP സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. പെല്ലറ്റ് ആക്രമണത്തിൽ കേസെടുക്കണം എന്നതാണ് രാഹുൽ ഉയർത്തുന്ന ആവശ്യം. ആക്രമണത്തിനിരയായ സഹിൽ എന്ന വിദ്യാർത്ഥിക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഈ സ്റ്റേഷന് മുന്നിൽ ഇരിക്കുന്നത്. സഹിലിനും സഹിലിന്റെ അമ്മയ്ക്കുമൊപ്പം FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ സമരം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2 വട്ടം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി DCPക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ ഉടനടി കേസെടുക്കണമെന്നും FIR ഇടാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച രാഹുൽ ഈ ഭയം കുറ്റം സമ്മതിക്കലാണ് എന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. 14 तारीख को कनॉट प्लेस में पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? 20 जुलाई को पैलेट गन का प्रयोग हुआ. उसका सबूत क्या है? सबूत ये है, देखिए ये है पैलेट, देख लीजिए इनको अच्छी तरह देख लीजिए. ये देखिए ये है पैलेट्स. ये कहां से आए? ये इनके शरीर से आए. दिखाओ, ये इनके यहाँ लगे छर्रे, 200 छर्रे इनके शरीर के अंदर है. 3 छर्रे इनके आंख में है. वो फाइल दिखाओ. एम्स की रिपोर्ट, लेडी हार्डन की रिपोर्ट, जिसमें साफ लिखा है कि इनको एम्स की एरी, जिसमें साफ लिखा है कि इनके शरीर में 200 से ज्यादा छर्रे हैं. आंख में 3 छर्रे हैं. आंख इनकी खो गई है. उस आंख से वो नहीं देख पाएंगे. और इनके दिल के पास, बिल्कुल दिल के पास छर्रे हैं जो छुए नहीं जा सकते हैं. दिल्ली पुलिस ने कहा कि हमने छर्रे नहीं चलाए. तो एक ही सवाल है, अगर आपने नहीं चलाए तो किसी ने तो ये छर्रे चलाए होंगे. शायद किसी और ने इन पर छर्रे चला दिए, और अगर किसी और ने नहीं चलाए तो पता नहीं, शायद इन्होंने ही छर्रे चला दिए हों. मगर क्राइम तो हुआ है. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടത്. എന്തിനാണ് അമിത്ഷാ ഭയപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. എന്തായാലും സംഭവത്തിൽ വ്യക്തമായ മറുപടി ഇതുവരെ പോലീസിന് നൽകാനായിട്ടില്ല. വിഷമവൃത്തത്തിലാണ് പോലീസ് എന്നതാണ് മനസ്സിലാകുന്നത്. കേസെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. കൂടുതൽ കൂടിയാലോചന ആവശ്യമാണ് എന്നതും അറിയിക്കുന്നുണ്ട് സ്ഥലത്തെത്തിയ DCP. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് DCP ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന ആരോപണം വലിയ ശക്തമായിരുന്നു. ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി 5 അംഗ ഉന്നതാധികാര സമിതിയെ രൂപവൽക്കരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് R സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ അന്വേഷണ സമിതിയാണ് കോടതി നിയോഗിച്ചിരിക്കുന്നത് ഇത് അന്വേഷിക്കാനായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, മറ്റ് സുരക്ഷാ സേനകൾ എന്നിവരിൽ നിന്ന് സമരക്കാർക്ക് നേരെ അതിക്രമമുണ്ടായെന്ന ആരോപണത്തിലാണ് സമിതി അന്വേഷണം നടത്തുക. ഇതിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അന്വേഷണം നടത്തണമെന്നും ഇതിന് മുൻഗണന നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പുറമെ സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗം, ലാത്തിചാർജ് തുടങ്ങിയവയിലും അന്വേഷണം ഉണ്ടാകും എന്നതാണ് വ്യക്തമായിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നത്. ഈ കോടതി ഇടപെടലിന് പിന്നാലെയാണ്
ഡൽഹിയെയും കേന്ദ്ര സർക്കാരിനെയും മുൾമുനയിലാക്കി ഇങ്ങനെ ഒരു പ്രതിഷേധം രാഹുലിന്റെ ഭാഗത്തു നിന്ന് അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന് സമാനമായ ഒരു മിന്നൽ സമരത്തിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ ആർ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തി. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ട് 5-ാം മണിക്കൂറിലേക്ക് ഈ പ്രതിഷേധം അവിടെ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് പോലീസിന്റെ നീക്കം? കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാകുമോ? ഒരു തരത്തിലും പിന്മാറില്ല എന്ന് രാഹുൽ പറയുന്ന സാഹചര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? രേണുക ഇപ്പോൾ ഒരു ഡെഡ് ലോക്കിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. കാരണം FIR എടുക്കാതെ താൻ അവിടെ നിന്ന് പ്രതിഷേധത്തിന് അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്നത്. FIR എടുക്കില്ല എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജന ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. നേരത്തെ ഈ പോലീസുകാരുടെ തലത്തിൽ നിന്ന് ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. DCPയുമായി ചില ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. അവർ അനൗദ്യോഗികമായിട്ടുമൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ചർച്ചകൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് സംഭവം ഇങ്ങനെയാണ്. നേരത്തെ ജൂലൈ 20 നടന്ന ഒരു പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ ജന്തർ മന്ദിറിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിലാണ് സാഹിൽ ലോച്ചാപ്പ് എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് തോക്കിൽ നിന്നുള്ള വെടി ഏൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കണ്ണിലും വലത് തോളിലുമെല്ലാം വെടിയേറ്റു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു. വലത് കൈയുടെ ചലനശേഷിക്ക് വലിയ തടസ്സമുണ്ടായി. ആ സമയത്ത് തന്നെ സാഹിബ് അവിടെ പരാതി നൽകിയിരുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്നത് സ്വാഭാവികമായും ഈ ജന്തർ മന്ദിർ എല്ലാം ഉൾപ്പെടുന്ന സ്ഥലത്ത് വരുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടെ പരാതി എഴുതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി സ്വീകരിക്കാനോ FIR ഇടാനോ ഒന്നും അന്ന് പോലീസ് തയ്യാറായില്ല. അതിനുശേഷം ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 17-ാം തീയതി വീണ്ടും ഒരു മെയിൽ അയച്ചു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മെയിൽ അയച്ചു. മെയിൽ അയച്ചിട്ടും അതിന് ഏതെങ്കിലും FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. അതേ തുടർന്നാണ് വിഷയം രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തുകയും രാഹുൽ ഗാന്ധി താൻ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ വരാം എന്നത് അറിയിക്കുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം സാഹിബ് ലോച്ചായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പരാതി നൽകുന്നു. പരാതി നൽകിയിട്ട് FIR ഇടണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ പോലീസ് തൽക്കാലം FIR ഇടാനാവില്ല, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ നിയമപരമായി ഏതെങ്കിലും ഒരു പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ FIR ഇടണം. അല്ലെങ്കിൽ FIR ഇടാൻ കഴിയില്ലെങ്കിൽ അത് തള്ളിക്കളയുന്നതിൻ്റെ കാരണം അറിയിക്കണം. ഇതാണ് ഇന്ത്യയുടെ സാധാരണഗതിയിലുള്ള നിയമം. പക്ഷേ പരിശോധിക്കണം എന്ന് അവർ ഇപ്പോൾ പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ജൂലൈ 20 നടന്ന സംഭവമാണ്. 20 ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഇത്ര കാലമായിട്ടും അത് പരിശോധിക്കുന്നില്ല. ഇമെയിൽ വഴി പരാതി നൽകുന്നു, എന്നിട്ടും അത് പരിശോധിക്കുന്നില്ല. വീണ്ടും ചെല്ലുമ്പോഴും FIR എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. FIR എടുക്കാതെ പിൻവാങ്ങില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്ത് ഞാൻ അല്ലെങ്കിൽ പുറത്ത് കുത്തിയിരിക്കും എന്ന് പറയുന്നു. അസാധാരണമായ ഒരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുക എന്ന് പറയുന്ന അത്തരം ഒരു സമരത്തിലേക്കൊന്നും സാധാരണഗതിയിൽ നീങ്ങാറില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും അപ്രതീക്ഷിതമായ ഇത്തരം ചില നീക്കങ്ങൾ നമ്മൾക്ക് ചെറുത് എന്ന് തോന്നാവുന്ന ചില സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ നേരിട്ട് ഇടപെടുന്ന രീതിയൊക്കെ രാഹുൽ ഗാന്ധി മുമ്പും ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതി ഇവിടെ രാഹുൽ ഗാന്ധി അവലംബിക്കുന്നു. ആ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ അദ്ദേഹം കുത്തിയിരിക്കുന്നു. ഒപ്പം ആ വിദ്യാർത്ഥിയുടെ അമ്മയും അവർക്കൊപ്പം കുത്തിയിരിക്കുന്നു. ആദ്യം കുമാരി ഷെൽജിയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും കിരൺ, ഇവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് CJP സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഒരു സമരം രാഹുൽ ആസൂത്രണം ചെയ്യുന്നു. അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊരു മിന്നൽ വേഗത്തിലെടുത്ത തീരുമാനമായിരുന്നു. അത് വലിയ രാഷ്ട്രീയ മൈലേജ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാക്കുകയും ചെയ്തിരുന്നു. സമാനമായ നിലയിൽ ഒരു സമരമാണ്, അപ്രതീക്ഷിതമായ ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇത് നടക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വന്നാണ് രാഹുൽ ഗാന്ധി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ ഇന്ന് അത്തരം രംഗങ്ങളൊന്നും ഈ 5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോലും നമ്മൾ കാണുന്നില്ല. അന്നത്തെ ഒരു പ്രാധാന്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിന് നൽകുന്നില്ല എന്ന് വേണമോ കണക്കാക്കാൻ? പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇടപെടലും അങ്ങനെ ഒരു അന്വേഷണ സമിതിയും വന്നതിന് ശേഷം നടക്കുന്ന സമരമായതുകൊണ്ട് തന്നെ രേണുവിനെ രണ്ട് തരത്തിൽ വേണം കാണാൻ.
ഒന്ന് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സൈഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിലൊന്നും അവരുടെ ആവശ്യങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വഴങ്ങാനോ ചർച്ചയ്ക്കോ ഒന്നും തന്നെ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ആകെ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ അങ്ങനെ വ്യക്തമായും പിൻവാങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ ആവശ്യം അംഗീകരിച്ച് പരാജയം എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്ക് വന്നത്. ഒന്ന് കർഷക സമരത്തിൻ്റെ വിഷയത്തിലാണ്. കർഷക സമരം നടത്തിയത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, BJP അടക്കം അനുകൂലിച്ചുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം കർഷകരാണ്. അത് UP-യിൽ നിന്നാലും രാജസ്ഥാനിൽ നിന്നാലും ഹരിയാനയിൽ നിന്നാലും പഞ്ചാബിൽ നിന്നാലും എല്ലാം എത്തിയതോടുകൂടി ഉത്തരേന്ത്യൻ കൗ ബെൽറ്റിലെ കർഷകർ തന്നെ BJP സർക്കാരിന് എതിരാകുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചത്. പിന്നീട് ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് ഒരു കേന്ദ്രമന്ത്രി അടക്കം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ CJP-യുടെ സമരമാണ്. അതിന് അത് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു, വളരെ വേഗത്തിൽ തുടങ്ങിയ കൂട്ടായ്മയാണ്. പക്ഷേ ആ കൂട്ടായ്മയിലേക്ക് 100 കണക്കിന് 1000 വരുന്ന ചെറുപ്പക്കാർ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു. അവർ ഉയർത്തിയ ആവശ്യം ന്യായമാണ് എന്ന തോന്നലിലേക്ക് സമൂഹത്തിൻ്റെ വിവിധ തുറകളുള്ള, അതിപ്പോൾ കർഷകരായാലും തൊഴിലാളികളായാലും ഉദ്യോഗസ്ഥരായാലും അധ്യാപകരായാലും എല്ലാ തരത്തിലുള്ള ആളുകളും മാറുന്നു. ആ സമരത്തിന് മാനസികമായ പിന്തുണയും അല്ലാതെ ആളുകൊണ്ടുള്ള പിന്തുണയും ഒക്കെ ലഭിക്കുന്നു. ഇതേ തുടർന്നാണ് ഈ സമരത്തിൽ നിന്ന് സമരക്കാരുടെ പ്രധാന ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി, രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. വെച്ചാൽ കേന്ദ്ര സർക്കാരിന് തന്നെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ. ഇതിൽ പൊതുസമൂഹത്തിന് CJP ഉന്നയിച്ച ആവശ്യങ്ങളോട് വലിയ തരത്തിൽ അനുഭാവമുണ്ട്. ഈ അനുഭാവം കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിലെ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതിൽ ശക്തമായി ഇടപെടുന്നതെന്ന് ഒരു രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമായ രണ്ടാമത്തെ വിഷയം, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി അന്വേഷണം ആരംഭിക്കുകയാണ്. ആ സമിതിയുടെ മുന്നിൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഈ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കാൻ ആരാണ് അനുമതി നൽകിയത് എന്നുള്ള ചോദ്യമാണ്. ലോക്സഭയിൽ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചിരുന്ന ചോദ്യം ആരനുമതി നൽകി എന്നുള്ളതാണ്. കാരണം ഡൽഹി പോലീസിൻ്റെയും അർദ്ധസൈന്യത്തിൻ്റെ എല്ലാം നിയന്ത്രണമുള്ളത് ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി അമിത്ഷായാണ്. അമിത്ഷായ്ക്ക് ഒന്നുകിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ അമിത്ഷായുടെ കീഴിലുള്ള ആരെങ്കിലും ഇതിന് ഈ ഔദ്യോഗികമായ അനുമതി നൽകിയിട്ടുണ്ട്. അതിന് അമിത്ഷാ അറിയാതെയാണോ ഇങ്ങനെ ഒരു അനുമതി നൽകിയത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ വകുപ്പിൽ നടക്കുന്നത് അമിത്ഷായെ പോലെ ഒരാൾ അറിയുന്നില്ല എന്ന് വരുന്നത് ഒരിക്കലും BJP-ക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കഴിയില്ല. ഇങ്ങനെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് BJP അനുഭാവികളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്നവർ പോലും അംഗീകരിക്കില്ല. കാരണം സാധാരണഗതിയിൽ അതിർത്തിയിൽ ഏതെങ്കിലും തീവ്രവാദികളെ നേരിടാനോ അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള സാഹചര്യം കാശ്മീരിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലല്ല സാധാരണ ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെ, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലും നടക്കുന്ന സമരമല്ല. അതിനു മുമ്പ് സമരം ചെയ്ത് പരിചയമുള്ള ആളുകളൊന്നുമല്ല. ഡൽഹിയിലെ വിവിധ സർവകലാശാലകൾ പഠിക്കുന്ന കുട്ടികളാണ് പ്രധാനമായും സമരത്തിൽ നിന്ന്. ആ കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, പെല്ലറ്റ് വന്ന് നമ്മുടെ നെഞ്ചിലാണ് പതിക്കുന്നതെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ണിലോ മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ തറച്ചാൽ അത് ഉള്ളിൽ തറച്ച് കയറിയിരിക്കാനും ആജീവനാന്ത കാലം ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ അംഗഭംഗം അല്ലെങ്കിൽ ശേഷി കുറവ്, കാഴ്ച പരിമിതി, കാഴ്ച നഷ്ടപ്പെടൽ, ചെവിയിൽ അടിച്ചാൽ കേൾവി ശക്തി നഷ്ടപ്പെടൽ, അങ്ങനെയുള്ള പല അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കോടതി അടക്കം അംഗീകരിക്കുന്നതല്ല. ഈ വിഷയം വീണ്ടും ഈ സുപ്രീം കോടതിയുടെ 5-അംഗ സമിതിയുടെ പരിഗണനയ്ക്ക് ഇത് കൊണ്ടുവരിക, സജീവമാക്കി നിലനിർത്തുക. ഈ 2 രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇത് അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ചെയ്തില്ല എന്നുള്ളതല്ല. പക്ഷേ ഇതിന് അനുകൂലമായി ഈ 2 രാഷ്ട്രീയ പരിതസ്ഥിതികളുണ്ട്. BJP-യെ സംബന്ധിച്ച് മറിച്ചൊന്നാണ്. BJP-യെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി, രേണുക തന്നെ പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി നടത്തിയത് അപ്രതീക്ഷിതമായ ഒരു സമരമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ട് സമരം ചെയ്യുക എന്നുള്ളത് അസാധാരണമായ സമര നീക്കമായിരുന്നു. അങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നാൽ അതുണ്ടാക്കാവുന്ന വലിയൊരു പ്രത്യാഘാതം, അത് സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രിയെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് അയക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിന്നാൽ വഴങ്ങി സമരത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള ഒരു രീതി അദ്ദേഹത്തിൻ്റെ, ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം എടുക്കില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതു രീതി അറിയുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ സമരം എവിടം വരെ പോകട്ടെ, ഒരു സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്ന ഒരു ഘട്ടം വന്നാൽ അടുത്ത നീക്കം നടത്താം എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ഈ വിഷയത്തിനോടുള്ള പിന്തുണ, ആ പിന്തുണയുടെ ചാമ്പ്യൻ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് രണ്ടാമത് സുപ്രീം കോടതിയിലെ 5-അംഗ സമിതിയുടെ പരിഗണനയ്ക്ക് ഇതിൻ്റെ നിയമവിഷയങ്ങൾ കൊണ്ടുവന്ന് അമിത്ഷായെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ അമിത്ഷായുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു രംഗത്തെ കൊണ്ടുവരിക. മറിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി സമരം ചെയ്തെങ്കിൽ ചെയ്യട്ടെ, ഞങ്ങൾ അത് പോലീസുകാരുമായിട്ടുള്ള സമരമാണ്, പോലീസ് വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു വലിയ പദവിയുടെ ഒരു അംഗീകാരം നൽകാതെ അവഗണിച്ച് തള്ളുക എന്നുള്ള രീതി.
തീർച്ചയായും എന്തായാലും ഇപ്പോഴും ആ സമരം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേസെടുക്കും വരെ അവിടെ തുടരും എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക്. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടി ഊഞ്ഞാൽ പാട്ടീണം മൂടി കസവിൻ പൊൻ. മാസപ്പടി കേസിൽ വീണ ടിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം തുടരുകയാണ് ED. പരിശോധനയിൽ കണ്ടെത്തിയ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും EDയുടെ അന്വേഷണ വലയത്തിലാണ്. ഇത് CPMനെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്കുമുറുകുന്നത്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തയ്യാറെടുക്കുമ്പോഴും പ്രതികരിക്കാനോ വിശദീകരണം നൽകാനോ വീണ വിജയനോ പിണറായി വിജയനോ തയ്യാറായിട്ടില്ല എന്നതാണ് സാഹചര്യം. CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ലേക്കർ ഇന്ത്യ സൊളാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും പരിശോധന തുടരുന്നുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യാൻ വീണയ്ക്ക് അടുത്തയാഴ്ച നോട്ടീസ് അയക്കും എന്നതാണ് സൂചന. വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. മാസപ്പടി കേസിൽ വീണ ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ കൈയെഴുത്ത് രേഖകളിൽ നിന്നാണ് EDക്ക് പണമിടപാടിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 20 കോടി രൂപയുടെ പണമിടപാട് വിവരങ്ങളാണ് വീണയുടെ കൈയെഴുത്ത് രേഖകളിൽ നിന്ന് ED കണ്ടെത്തിയത്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. എവിടേക്കാണ് പണം അയച്ചത്, എങ്ങനെ പണം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നത്. ഇതിനു പുറമെ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്ന കൈയെഴുത്ത് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരം കേന്ദ്രീകരിച്ചും ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് മറ്റ് പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ED പരിശോധിക്കുന്നുണ്ട്. കൂടാതെ പരിശോധനയിൽ കണ്ടെത്തിയ സിം കാർഡിന്റെ ചിത്രം കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് സിം കാർഡ് ഉപയോഗിച്ചു എന്നതാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. സിം കാർഡ് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും DTPC ഡെസ്റ്റിനേഷൻ മാനേജറുമായ നന്ദുലാലിന്റെ പേരിലുള്ളതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ നന്ദുലാൽ ഇതിനോട് പ്രതികരിച്ചപ്പോൾ തനിക്ക് സിം എടുത്തുകൊടുത്തത് മാത്രമേ അറിയുകയുള്ളൂ, എന്തിനാണ് ഇത് ഉപയോഗിച്ചതെന്ന് അറിയില്ല എന്നതായിരുന്നു പറഞ്ഞത്. ഇന്റർനെറ്റ് കോളുകൾ വഴിയുള്ള ആശയവിനിമയങ്ങൾക്കായാണ് മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് സംഘടിപ്പിച്ചതെന്നാണ് ED ഇതുവരെ വിലയിരുത്തിയിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഈ നന്ദുലാൽ എന്ന് പറയുന്നയാൾക്ക് ഈ നിയമനം
DTPCയിലെ നിയമനം ലഭിച്ചത് റിയാസ് ടൂറിസം മന്ത്രിയായിരുന്ന കാലത്താണ് എന്നതും വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ എന്നത് ED കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കുന്നു, പരിശോധിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. വലിയ പ്രതിരോധത്തിലാണ് CPM ഈ വിഷയത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ED നീക്കവും അവർ പുറത്തുവിട്ട ഹവാല ഇടപാടിലേതടക്കം വിരൽ ചൂണ്ടുന്ന വിവരങ്ങളും CPMനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ്. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും ഇപ്പോൾ EDയുടെ അന്വേഷണ വലയത്തിലാണ് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് ഇപ്പോൾ അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്ക് മുറുകുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്കത് നോക്കി നിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPM തീരുമാനം. വീണയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കവും പാർട്ടിക്കെതിരെയുള്ള നീക്കം കൂടിയാണെന്ന നിലപാടായിരുന്നു പാർട്ടി മുൻപ് സ്വീകരിച്ചിരുന്നത്. അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് നടക്കുന്ന ആക്രമണം എന്ന നിലയിലാണ് അങ്ങനെ ഒരു സമീപനം പാർട്ടി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. CPM ഒരു തന്ത്രപരമായ പിന്നോട്ടുപോക്കാണ് ആ വിഷയത്തിൽ കഴിഞ്ഞ ED റെയ്ഡിന്റെ സമയം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വീട്ടിലെ ED റെയ്ഡിന് പിന്നാലെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷമായിരുന്നു ഈ നിലപാട് മാറ്റം CPMൽ പ്രകടമായത്. തന്നോട് ED ഒന്നും തന്നെ ചോദിച്ചില്ല എന്ന് അതിനുശേഷം പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. പിന്നെ EDയുടെ പുതിയ നീക്കത്തെയും അവർ പുറത്തുവിട്ട വിവരങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോൾ പാർട്ടി നീങ്ങുന്നത്. റിയാസിനെ ഉന്നമിട്ടുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് പുറമെ റിയാസിനും ED നോട്ടീസ് നൽകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞായറാഴ്ച കോഴിക്കോട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും എന്നതാണ് അറിയുന്നത്. CPMന്റെ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട് വേദിയാകാൻ പോകുമ്പോഴാണ് അതേ നഗരത്തിൽ പാർട്ടിക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം നടക്കുന്നതും അവിടെ പാർട്ടിക്ക് രാഷ്ട്രീയമായി തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നതും. കേന്ദ്ര കമ്മിറ്റി അംഗമായ K രാധാകൃഷ്ണനെതിരെ കരുവന്നൂർ കേസിൽ EDയുടെ നീക്കം നടന്നപ്പോൾ പാർട്ടി പ്രതിരോധിച്ചതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സംരക്ഷണം ഒരുക്കുന്നത് എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ കാണാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. വീണയുടെ കൈയെഴുത്ത് കണക്കുകളാണ് തെളിവായി ED കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകളിലേക്ക് ED കടന്നിരിക്കുന്നത്. എന്നാൽ ജെയിൻ ഹവാല കേസിലും SR സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേസിലുമൊക്കെ ഈ കൈയെഴുത്ത് രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെ സാമ്പത്തിക കുറ്റം ചുമത്താൻ കഴിയും എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടി കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്നാൽ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ നടക്കുന്ന ED അന്വേഷണത്തിനെതിരെയാണ് ഈ മുഖപ്രസംഗം. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ല എന്നും അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുന്നുവെന്നുമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അപസർപ്പക കഥകൾ മെനയുകയാണ് ED എന്നതാണ് ആരോപണം. കേസ് വലിച്ചു നീട്ടുന്നത് ദുരൂഹമാണെന്നും വ്യക്തികൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നേതാക്കളെ ലക്ഷ്യമിടുന്നത് പകപോക്കലാണ് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, തെളിവുകൾ പുറത്തു കൊണ്ടുവരണം, സമാന ആരോപണങ്ങൾ ഉള്ളവർക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല എന്ന കാര്യം കൂടി ദേശാഭിമാനി ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ല എന്ന ഹെഡ്ലൈനിലാണ് ഈ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ഒരാൾക്കെതിരെ പറയുന്ന 1 കോടിക്കപ്പുറം അന്വേഷണം ഉണ്ടായോ എന്ന ചോദ്യം ഇതിൽ ചോദിക്കുന്നുണ്ട്. UDF നേതാക്കളും മാധ്യമങ്ങളും വാങ്ങിയ കോടികളിൽ അന്വേഷണമില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPMനെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നവർക്ക് ചരിത്രം അറിയില്ല എന്നതാണ് മുഖപ്രസംഗം പറയുന്നത്. ജന്തർ മന്തർ സമരത്തിൽ CPMന്റെ പങ്കിന് ശേഷമാണ് EDയുടെ പുതിയ വിളയാട്ടം എന്നതാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇതര മാധ്യമങ്ങൾക്ക് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇത് വലിയ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM തയ്യാറെടുക്കുകയും ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും ED ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തുകയും EDയുടെ കുറിപ്പായി തന്നെയാണ്
ഈ റെയ്ഡിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങൾ, അതിലെ ഈ സാമ്പത്തിക തിരിമറിയുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED ഇതിനെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആ കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. കെ മുരളീധരന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം ആ നിലയിലുള്ളതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ വിശദീകരിക്കണം എന്നതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. അതിനപ്പുറം ED വിഷയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം, ആ വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാട്, അതിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഇതെന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏതാണ്ട് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടി വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ താൻ അഭിപ്രായം പറയുന്നത് അനൗചിത്യമാണ് എന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അന്വേഷണം നടക്കുകയല്ലേ എന്നും VD സതീശൻ പറഞ്ഞു. ഒരു അന്വേഷണം നടക്കുകയല്ലേ, ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഇത് ശരിയല്ല. അപ്പോൾ താൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നതിൽ അനൗചിത്യം ഉണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, ബന്ധപ്പെട്ടവർ പ്രതികരിക്കട്ടെ എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണം നേരിടുന്നവർ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം ഉൾപ്പെടെ പറയുന്നത്. രാഷ്ട്രീയ വേട്ട എന്ന നിലയിലാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നില്ല? ഇതുമായി ബന്ധപ്പെട്ടവർ വീണ ടിയോ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല? റിയാസിനും എന്തുകൊണ്ട് ഇതിൻ്റെ തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിലെത്താനോ അത് അക്കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനോ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ മാസപ്പടി കേസിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഉയരുന്ന ചോദ്യമാണ്. അത് ഇതുവരെയും വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് രാഷ്ട്രീയമായ വേട്ടയാണ് എന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ കൂടിയും ഇതിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഈ കണ്ടെത്തലുകൾ, എന്താണ് അതിൽ നടന്നിട്ടുള്ളത്, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് എന്ന് വിശദീകരിക്കാൻ കഴിയാത്തിടത്താണ് സംശയങ്ങൾ ബലപ്പെടുന്നത്. അതിന് ഇതുവരെയും ഇപ്പോൾ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങൾ ഇത്രയധികം ചർച്ചയാകുമ്പോൾ പോലും ആ രീതിയിൽ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ചെറിയ ഒരു ഇടവേള കൂടി എടുക്കണം. അതിനുശേഷം മറ്റു ഫോക്കസ് വാർത്തകൾ കാണാം. പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളിപാ
നാടകത്തിലോ സിനിമയിലോ ഒരു സ്ത്രീയുടെ വയറോ തുടയോ കണ്ടാൽ ഉടൻ പൊട്ടിയൊലിക്കാൻ പാകത്തിൽ സദാചാര കുരുക്കൾ നിറഞ്ഞ കുറേയേറെ മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. കഥ എന്താണ്, സന്ദർഭം എന്താണ് എന്നതൊന്നും അവർക്ക് വിഷയമേ അല്ല. അയ്യോ, നാടിന്റെ സംസ്കാരം ഇടിഞ്ഞു വീണേ, സദാചാരം പൊട്ടിയൊലിച്ചേ, ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ വഴിതെറ്റില്ലേ എന്ന മട്ടിൽ ചാരിത്ര പ്രസംഗം തുടരും. കാലം മാറുകയും പുതിയ കാലത്തെ കുട്ടികൾ ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന ഘട്ടം വന്നതോടെ ഇതിൽ ലേശം കുറവ് വന്നു എന്ന് കരുതിയതാണ്. എന്നാൽ അങ്ങനെയൊന്നും മാറാൻ തയ്യാറാവാത്ത ചില പ്രത്യയശാസ്ത്ര പ്രചാരകർ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു നാടക അവതരണമാണ്. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിന്റെ മിസ എന്ന നാടകമാണ് ഇപ്പോൾ വിവാദ തിരികൊളുത്തി വിട്ടിരിക്കുന്നത്. നാടകം കൊളുത്തിയ വിവാദം ചെറുതല്ല. ചില പ്രത്യേക ചിന്താഗതിക്കാർ അതിൽ നിന്നും ചികഞ്ഞ വിവാദം കണ്ടെത്തുകയായിരുന്നു. നാടകത്തിലെ ഒരു രംഗത്തിൽ നിക്കറും ബ്ലൗസും അണിഞ്ഞ് നടി എത്തി എന്നതാണ് ഇവർ കാരണമായി പറയുന്നത്. ഈ രംഗം അഭിനയിച്ചതിന്റെ പേരിൽ നടി ചിന്നു ചിലങ്കയ്ക്ക് എതിരെ വ്യാപകമായ സൈബർ ആക്രമണവും അശ്ലീല പരാമർശങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. സദാചാരം പൊട്ടിപ്പോയേ എന്ന് നിലവിളിക്കുന്നവർ ചരിത്രം അറിയണമെന്നൊന്നും പറയുന്നില്ല. കുറഞ്ഞപക്ഷം ഇതൊരു നാടകമാണ് എന്നെങ്കിലും അറിയണം. നേരിടാൻ തന്നെയാണ് ചിന്നു ചിലങ്കയുടെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം. സംസ്ഥാന സമ്മേളന വേദിയിൽ വീണ്ടും നാടകം അവതരിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാടകത്തിലെ ഒരു രംഗം മാത്രം മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുന്നവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനത അനുഭവിച്ച തീക്ഷ്ണമായ പീഡനങ്ങളെയാണെന്ന് സനോജ് പറയുന്നു. കലാവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ VK സനോജ് പറഞ്ഞു. സൈബർ ആക്രമണത്തെ അപലപിച്ച് നിരവധി പേർ രംഗത്ത് വന്നു എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. നിസ നാടക വിവാദത്തിൽ നാടക പ്രവർത്തകരെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥും രംഗത്ത് വന്നു. നാടകം ആവശ്യപ്പെടുന്ന രീതിയിലാണ് കലാകാരന്മാർ വേദിയിലേക്ക് എത്തുക. കലാകാരന്മാരുടേത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സർക്കാർ എന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു രാജ്യം ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി. അതൊരു നാടകാവതരണമാണ്. ഒരു നാടകത്തിൽ ആ നാടകം ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസാണ് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു നാടകം, ആ നാടകത്തിൻ്റെ പ്രമേയത്തിനനുസരിച്ചിട്ടാണ് കലാകാരന്മാർ വേദിയിലേക്ക് വരുന്നത്. അതിനെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അത് ആ കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്. അവർക്ക് കേരളത്തിൽ അത്തരത്തിൽ കലാപ്രകടനം നടത്താനുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറിച്ചുള്ള പ്രചരണങ്ങൾ ആരാണെങ്കിലും അതിൽ നിന്ന് പിന്മാറണം. കാരണം ഇതൊരു കലാരൂപമാണ്. ആ കലാരൂപം നാടകാവതരണമാണ്. ആ നാടകത്തിൽ നാടകം ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് കഥാപാത്രങ്ങൾക്ക് അത് അവതരിപ്പിക്കുന്നവർക്ക് വേദിയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ ആ സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഗവൺമെന്റിന്റെ നിലപാട് ഇത്തരത്തിൽ കലാകാരന്മാരുടെ കൂടെയാണ്. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നത് PC വിഷ്ണുനാഥ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കലാകാരന്മാർക്കൊപ്പം എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം. ഒപ്പം പലരും പല രംഗത്തെ പല സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പലരും ഈ നാടകത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു എന്നത് കൂടി നമ്മൾ കാണണം. നടി ലാലി PM ഒരു കുറിപ്പ് എഴുതിയത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. എത്ര OTT പ്ലാറ്റ്ഫോമുകൾ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു കഥയും അതിലെ കഥാസന്ദർഭങ്ങളും ആവശ്യപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ ഇവിടുത്തെ സദാചാര സമൂഹം സമ്മതിക്കില്ല. നമ്മൾ ബെഡ്റൂം സീനിൽ പോലും മുഴുവൻ വസ്ത്രവും ഇട്ടേ അഭിനയിക്കൂ. അഭിനയമൊക്കെ മുഖത്ത് മാത്രം മതി എന്നതാണ് സമൂഹത്തിന്റെ തിട്ടൂരം എന്നതാണ് അവർ ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെയൊരു നാടകം സ്റ്റേജിൽ കാണിക്കാൻ ധൈര്യം കാണിച്ച നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ഡിവൈഎഫ്ഐക്കും അഭിവാദ്യങ്ങൾ എന്നുകൂടി അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും സൈബർ അശ്ലീലത്തിനിരയായ നടി ചിന്നു ചിലങ്കയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായിരുന്നു. നാടകത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അശ്ലീല രംഗങ്ങളിലെ പാട്ടുകൾക്കൊപ്പം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച അവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉത്തരം കിട്ടും വരെ ചോദ്യങ്ങൾ ഉയരും എന്നും വ്യക്തമാക്കുന്നു. ചിലങ്കയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ആ നാടകം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ് പറയുന്നത്. നമ്മുടെ ഭരണകൂട ഭീകരതകളെക്കുറിച്ച്, വലതുപക്ഷ ഭരണകൂട ഭീകരതകളെക്കുറിച്ചാണ് നമ്മൾ നാടകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ രാഷ്ട്രീയ വിഷയത്തിനെ വാനിഷ് ചെയ്തുകൊണ്ട് അവരിതിനെ ഒരു
വികൃതമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയുണ്ട്. അത് അവരുടെ സദാചാര ബോധത്തിൻ്റെ വിഷയം മാത്രമല്ല, അത് സദാചാര ബോധത്തിൽ നിന്ന് മാത്രം ഉണർന്നു വന്ന ഒരു അശ്ലീല വീഡിയോ അല്ല അത് ആ വീഡിയോയിൽ ഞങ്ങളുടെ ആ വീഡിയോയുടെ യഥാർത്ഥ വീഡിയോയുടെ പുറകിൽ കൃത്യമായിട്ട് ഞങ്ങൾ എന്താണോ ആ സീനിൽ ഉദ്ദേശിച്ചത്, ആ സീക്വൻസിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, അത് കൃത്യമായി നെറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നെറേഷൻ അവർ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ആ നെറേഷൻ കേട്ടവർ പിന്നീട് അവർക്ക് ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവർ അത് വേറെ രീതിയിൽ അവർക്ക് വികൃതമായ രൂപത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മ്യൂസിക്, അശ്ലീലമായ മ്യൂസിക്കുകൾ കൂട്ടിച്ചേർത്ത് അവർ അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത്. പൗരാവകാശങ്ങൾ ആകെ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ സ്നേഹലത റെഡ്ഡി എന്ന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും നടിയും കലാകാരിയും എഴുത്തുകാരിയുമായ സ്നേഹലത റെഡ്ഡിയുടെ കഥ പറയുന്നതാണ് ഈ നാടകം. സൈബർ ഇടങ്ങളിൽ അഴിഞ്ഞാടുന്നവർക്ക് എന്ത് സ്നേഹലത റെഡ്ഡി? അറിയണം അവരാര് എന്നത്. കലയെയും ജീവിതത്തെയും പോരാട്ടമാക്കി മാറ്റിയ അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്നേഹലത റെഡ്ഡിയെ കൂടുതൽ പേർ അറിയാൻ ഈ വിവാദം സഹായകമാകുമെങ്കിൽ അത് നല്ലതാണ്. 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പിട്ടതോടെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിൽ വന്നത്. പൗരാവകാശങ്ങളും ജനാധിപത്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലം. ഇന്ദിര എന്നാൽ ഇന്ത്യയെന്നും ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാലം എന്നതുകൂടിയായിരുന്നു അത്. 71 പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തതോടെ ദുർഗയുടെ തലത്തിലേക്ക് വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും എത്തിച്ച ഇന്ദിരാഗാന്ധി അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച കലാകാരന്മാരിൽ ഭൂരിപക്ഷവും ഇന്ദിരയ്ക്ക് ഒപ്പമായിരുന്നു. എതിർപ്പുള്ളവരിൽ ഭൂരിപക്ഷവും എതിർത്താൽ ഉണ്ടാകാവുന്ന അപകടമറിഞ്ഞ് നിശബ്ദരായി. എന്നാൽ ആ ഗണത്തിലെ ആളായിരുന്നില്ല സ്നേഹലത റെഡ്ഡി എന്ന നർത്തകിയും നടിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന സ്നേഹലത റെഡ്ഡി. കൗമാരകാലത്ത് തന്നെ കൊളോണിയൽ വസ്ത്രങ്ങളും എന്തിന് പേരുപോലും ഉപേക്ഷിച്ച വിപ്ലവത്തിന്റെ ഉശിര് ഉള്ളിൽ നിറഞ്ഞ സ്നേഹലതയ്ക്ക് നഗ്നമായ മനുഷ്യാവകാശ ലംഘനം കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അവർ രൂക്ഷമായി പ്രതികരിച്ചു. സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. അന്നത്തെ സോഷ്യലിസ്റ്റ് യുവ തുർക്കി ജോർജ് ഫെർണാണ്ടസ് അടക്കം മുഖ്യപ്രതികളായ ബറോഡ ഡൈനാമൈറ്റ് കേസ് കൊടുമ്പിരി കൊണ്ട കാലത്ത് ഫെർണാണ്ടസിനെ ഒളിവിൽ താമസിപ്പിക്കാൻ സ്നേഹലത തയ്യാറായി. 1976 മെയ് 2 അവർ അറസ്റ്റിലായി. ജയിലിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഒരു രഹസ്യവും പുറത്തു പറയാൻ അവർ തയ്യാറായില്ല. രാഷ്ട്രീയ തടവുകാരായി എത്തുന്ന സ്ത്രീകളെ അടക്കം ജയിലിൽ നഗ്നരാക്കുന്ന രീതിക്കെതിരെ അവർ ജയിലിൽ പ്രതിഷേധമുയർത്തി. ജയിൽ അധികൃതർ പീഡനം തുടർന്നിട്ടും അവർ പിന്മാറിയില്ല. നിരാഹാരവും കടുത്ത ആസ്മാരോഗവും അവരുടെ ആരോഗ്യനില അടക്കം വഷളാക്കി. കൃത്യമായ ചികിത്സ നൽകാതെ കടുത്ത ആസ്മാരോഗിയായ അവരെ വായുവും വെളിച്ചവും കയറാത്ത മുറിയിൽ അടച്ചു. കടുത്ത മരുന്നുകൾ നൽകി അവരുടെ ആരോഗ്യം വഷളാക്കി. 8 മാസത്തിൽ അവർ ഹൃദ്രോഗിയും കടുത്ത ആരോഗ്യ പ്രശ്നവുമുള്ള ഒരാളുമായി മാറി. 8 മാസത്തെ കൊടിയ പീഡനത്തിനൊടുവിൽ ജയിൽ മോചിതയായതിനു പിന്നാലെ അവർ അന്തരിച്ചു. സ്നേഹലതയ്ക്ക് ദേശീയ പുരസ്കാരം നേടി നൽകിയ സംസ്കാര സിനിമയ്ക്ക് ആധാരമായ സംസ്കാര എന്ന നോവൽ എഴുതിയ പ്രശസ്ത എഴുത്തുകാരൻ UR അനന്തമൂർത്തിയാണ് സ്നേഹലതയെ അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത്. ജയിലിൽ നഗ്നയായി അടക്കം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്നേഹലതയുടെ ജീവിതം നാടകത്തിൽ അവതരിപ്പിച്ചതിനെയാണ് ഇവർ വിമർശിച്ചത്. കുറ്റവാളികൾ ചരിത്രത്തെ ഭയപ്പെടുക തന്നെ വേണം. ചരിത്രമറിയുന്നവർ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതും ഒരു പോരാട്ടമാണ്. നമുക്ക് ഒരിടവേള കൂടിയെടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. പാകിസ്ഥാനിൽ അധികാരം അസിം മുനീറിൽ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ മുതൽ വരുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലെ പരമാധികാരിയായി അസിം മുനീർ മാറിയിരിക്കുകയാണ്. സായുധ സേനകളിൽ സേനാ മേധാവിക്ക് പൂർണ്ണ അധികാരം നൽകിയതോടെയാണ് പാകിസ്ഥാനിലെ പരമാധികാരിയായി അസിം മുനീർ മാറുന്നത്. പുതിയ സൈനിക നിയമം പാസാക്കിക്കൊണ്ടാണ് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. അസിം മുനീറിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിൽ
പാകിസ്ഥാനിൽ ആഭ്യന്തരമായി തന്നെ എതിർപ്പ് ശക്തമാണ്. അതിനെയൊക്കെ അവഗണിച്ചാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവിയും ഇപ്പോൾ അസീം മുനീറിലേക്ക് എത്തുന്നത്. പാകിസ്ഥാൻ സൈനിക ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. പുതിയ സൈനിക നിയമം പാസാക്കിക്കൊണ്ടാണ് പാകിസ്ഥാനിൽ അസീം മുനീറിനായി സുപ്രധാന നീക്കങ്ങൾ നടന്നത്. വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതികളിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായ സാധുത ലഭിച്ചത്. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി വഹിക്കുന്ന സൈനിക മേധാവിയായാണ് അസീം മുനീറിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായാണ് അസീം മുനീർ മാറിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസീം മുനീറിന് പൂർണ്ണ പരമാധികാരമാണ് ലഭിക്കുക. എന്തൊക്കെയാണ് ചുമതലകളെന്ന് നോക്കിയാൽ, സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാന്, രാജിക്കത്ത് സ്വീകരിക്കാനോ നിരസിക്കാനോ സർവീസിൽ നിലനിർത്താനോ ഒക്കെയുള്ള പൂർണ്ണ അധികാരമാണ് അസീം മുനീറിലേക്ക് വരുന്നത്. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി ഇതിൽ മാറ്റം വരുത്താനും അധികാരമുണ്ട്. കര, നാവിക, വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് കീഴിലായിരിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസീം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേനാ ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ആയിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ നിയമനിർമ്മാണം കൂടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന പദവിക്ക് പകരമാണ് സേനാ മേധാവിക്ക് തന്നെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ തസ്തിക നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ആണവായുധങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന വിഭാഗത്തിന്റെ ഏകോപനത്തിനായി കമാൻഡർ ഓഫ് ദി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4-സ്റ്റാർ തസ്തികയും രൂപീകരിച്ചിട്ടുണ്ട്. ജനറൽ സയ്യിദ് ആമിർ റാസിയെ കഴിഞ്ഞ മാസം ഈ പദവിയിലേക്ക് നിയമിച്ചിരുന്നു പാകിസ്ഥാൻ. പുതിയ സൈനിക ഘടന നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും തന്ത്രപ്രധാനമായ കമാൻഡ് സംവിധാനത്തിന്റെയും മേൽ അസീം മുനീറിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങൾക്ക് പാകിസ്ഥാൻ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ പുതിയ നീക്കം ഇസ്ലാമാബാദിലെ അധികാര കേന്ദ്രമായി മുനീറിനെ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CDF എന്ന നിലയിൽ സായുധ സേനയുടെ പ്രവർത്തനപരമായ കമാൻഡും നിയന്ത്രണവും, വിവിധ മേഖലകളിലെ സൈനിക ഏകീകരണം, ഏകോപനപരമായ പ്രവർത്തനം, 3 സേനകളെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഏകോപനം എന്നിവ ഇനി മുനീറിന്റെ ചുമതലയിലാകും. ഇതോടെ കരസേന, നാവികസേന, വ്യോമസേന മേധാവികൾ ഇല്ലാതാകില്ല എങ്കിലും അവർ മുനീറിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം നിലവിൽ വരികയാണ്. നേരത്തെ കരസേനാ മേധാവിയുടെ പരിധിയിൽ പ്രധാനമായും ഒതുങ്ങിയിരുന്ന അധികാരം ഇപ്പോൾ 3 സേനകളിലേക്കും വ്യാപിക്കുന്ന കൂടുതൽ കേന്ദ്രീകൃത സംവിധാനമായി മാറുന്നു. മറ്റൊരു പ്രധാന മാറ്റവുമുണ്ട്. ദേശീയ സുരക്ഷ, പ്രതിരോധം, സായുധ സേനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സൈനിക ഉപദേഷ്ടാവ് എന്ന നിലയിലും ഇനി അസീം മുനീർ പ്രവർത്തിക്കും. ഇത് ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിലെ സൈനിക നേതൃത്വത്തിന്റെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്നതുമാണ്. മുനീർ എങ്ങനെയാണ് പാകിസ്ഥാനിൽ തന്റെ അധികാരം ശക്തിപ്പെടുത്തിയതെന്ന് നോക്കിയാൽ, കഴിഞ്ഞ വർഷം മുതൽ പ്രതിരോധ മേഖലയ്ക്കപ്പുറത്തേക്ക് മുനീർ തന്റെ സ്വാധീനം വ്യാപിപ്പിച്ചു വരികയാണ്. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സർക്കാർ അന്നത്തെ സൈനിക മേധാവിയായ അസീം മുനീറിനെ രാജ്യത്തെ പരമോന്നത സൈനിക പദവിയായ ഫീൽഡ് മാർഷലായി ഉയർത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് ഫീൽഡ് മാർഷൽ. മുൻ പാകിസ്ഥാൻ നേതാവ് അയൂബ് ഖാൻ മാത്രമാണ് ഇതിനു മുൻപ് ഈ പദവി വഹിച്ച മറ്റൊരു പാകിസ്ഥാൻ സൈനികൻ. തുടർന്ന് നവംബറിൽ പാകിസ്ഥാൻ പാർലമെന്റ് 27ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. ഇതിലൂടെ അസീം മുനീറിന് പുതിയ അധികാരങ്ങളും അറസ്റ്റ്, പ്രോസിക്യൂഷൻ എന്നിവയിൽ ആജീവനാന്ത നിയമപരിരക്ഷയും ലഭിച്ചു. അന്ന് തന്നെ അധികാര സന്തുലനം സൈന്യത്തിന് അനുകൂലമായി മാറുന്നതിന്റെ ശക്തമായ സൂചനയാണ് ഇത് എന്ന് പലരും വിലയിരുത്തിയിരുന്നു. മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം വൈറ്റ് ഹൌസിൽ ട്രംപിനെ 2 തവണ കണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ട്രംപ് മുനീറിനെ തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇറാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മുനീർ പ്രധാന ഇടനിലക്കാരനായി ഉയർന്നു. ഏപ്രിലിൽ അദ്ദേഹം ടെഹ്റാനിലെത്തി ഇറാൻ നേതാക്കളുമായി ചർച്ച നടത്തി.
ഇസ്ലാമാബാദ് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ലക്ഷ്യം. മുനീർ സൈനിക മേഖലയ്ക്ക് അപ്പുറത്തേക്കും സ്വാധീനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പാകിസ്ഥാനിലെ മൺസൂൺ തയ്യാറെടുപ്പുകൾ പോലും ഫീൽഡ് മാർഷൽ മേൽനോട്ടം വഹിക്കുന്ന തരത്തിലാണ് നടന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നാഷണൽ എമർജൻസീസ് ഓപ്പറേഷൻ സെന്റർ അസീം മുനീർ സന്ദർശിച്ചിരുന്നു. ഇതോടെ രാജ്യത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പോലും സൈനിക മേധാവി എന്തിനാണ് ഇടപെടുന്നത് എന്ന ചോദ്യമുയർന്നു. ജൂലൈയിൽ ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം നടന്ന യോഗത്തിലും അസീം മുനീർ പങ്കെടുത്തു. മുനീറിന്റെ സാന്നിധ്യത്തെ ചിലർ പരിഹസിക്കുകയും ചെയ്തു. മുനീറിന്റെ മുൻകാല പ്രവർത്തനങ്ങളെ പരാമർശിച്ച് ആളുകളെ കൊല്ലുന്നതിൽ അസീം മുനീറിനുള്ള പരിചയമാണ്, ഇത് എളുപ്പമുള്ള ജോലിയായിരിക്കും എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസങ്ങളാണ് പാകിസ്ഥാനിലെ ഉയർന്ന കേന്ദ്രങ്ങളിലുള്ളവർ തന്നെ ഉയർത്തിയത്. എന്തായാലും അധികാരം കൂടുതൽ വ്യാപിപ്പിക്കുന്ന അസീം മുനീറിനെയാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമായി ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ തന്നെയുള്ള വിമർശനങ്ങൾ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഈ നീക്കം പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാൻ സൈനിക ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മുനീറിന്റെ അധികാര കേന്ദ്രീകരണം ആശങ്കയുണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ ഭരണത്തിന്റെ വിവിധ മേഖലകളിലും തന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്താനാണ് മുനീർ ശ്രമിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിന്റെ അന്തിമ ലക്ഷ്യം അടുത്ത 10 വർഷമോ അതിലധികമോ കാലത്തേക്ക് ഇസ്ലാമാബാദിലെ തർക്കമില്ലാത്ത അധികാര കേന്ദ്രമായി തുടരുക എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് പുതിയ നിയമങ്ങൾ ഉടൻ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സൈനിക അട്ടിമറിയായി കാണേണ്ടതില്ല എങ്കിലും പാകിസ്ഥാനിലെ ഭരണകൂടത്തിനുമേൽ സൈനിക നേതൃത്വത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്ന നടപടിയായാണ് ഇതിനെ കണക്കുകൂട്ടുന്നത്. നിർണായക മേഖലകളിൽ മുനീറിന്റെ അധികാരം കേന്ദ്രീകരിക്കുന്നത് പാകിസ്ഥാനിലെ അധികാര സന്തുലനം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെക്കാൾ സൈന്യത്തിന് കൂടുതൽ അനുകൂലമായി മാറുന്നതിന്റെ സൂചന കൂടിയാണ്. ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധങ്ങളാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറാനെതിരെ എക്കണോമിക് ഡി-ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണ് ട്രംപ് ശക്തമാക്കിയത്. ഇറാൻ മാത്രമല്ല, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്തിയത്. ഇത് ഇരട്ട പ്രഹരമായിരിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം പൂർണ്ണമായും തള്ളുകയാണ് ചൈന. ചർച്ചയാണ് പരിഹാരമെന്നാണ് ചൈന പറയുന്നത്. ഇത് ഇറാന് ഊർജം പകരുന്നതാണ്. സാമ്പത്തിക തീവ്രവാദമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. നിലവിലുള്ള നാവിക ഉപരോധത്തിന് പുറമെയാണ് ഇറാനെതിരെ പുതിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചത്. വൻതോതിലുള്ള സൈനിക നടപടികൾക്ക് പകരം പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഭരണകൂടത്തെ തകർക്കുകയായിരുന്നു അമേരിക്കൻ ലക്ഷ്യം. ഇത് ഇറാനുമേലുള്ള ഇരട്ട പ്രഹരമായിരിക്കുമെന്ന് US പ്രതിനിധി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളായ എണ്ണ വിൽപ്പന ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, കപ്പൽ രജിസ്ട്രികൾ, ഇടനിലക്കാരായ കമ്പനികൾ എന്നിവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക നീക്കമായിരിക്കും ഇതെന്നും ഇറാനുമായി സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നോക്കിയാൽ അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കടത്തിൽ നിന്നും പലിശ നിരക്കുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ട്രംപ് ഈ കടുത്ത സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം നടത്തുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ആരോപിച്ചു. ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരാജയത്തിലും ഇറാൻ ജനതയുടെ കടുത്ത ശത്രുതയിലുമാണ് കലാശിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ക്രൂരമായ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. ഖാലിബാഫിന്റെ ടെലഗ്രാം ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മുസ്ലിം രാജ്യങ്ങളുടെ വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളും ശത്രുക്കൾ കൊള്ളയടിക്കുന്നു എന്നതാണ് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകുക എന്ന് പറയുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ ക്രൂരമായ ഉപരോധങ്ങളെ നേരിടാനും അതിനെ മറികടക്കാനും നാം പദ്ധതിയിടണം എന്നതാണ് ഖാലിബാഫ് വ്യക്തമാക്കിയത്. തെറ്റായ കണക്കുകൂട്ടലിനും പരമ്പരാഗത ഭീഷണികൾക്കും ഇറാൻ സായുധസേന ശക്തവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകിയതായി ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള IRIB റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രി ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിലാണ് അബ്ദുല്ലാഹി ഇക്കാര്യം വ്യക്തമാക്കിയത്. കര, കടൽ, വ്യോമം, വ്യോമ പ്രതിരോധം, ബഹിരാകാശം, സൈബർ മേഖലകൾ എന്നിവയിൽ ഇറാൻ സായുധസേന പൂർണ്ണ സജ്ജമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേരിക്കൻ നീക്കത്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഇറാന്റെ പ്രതികരണമൊന്നുമല്ല, ചൈനയുടെ ഇടപെടലാണ്.
ഇറാനിൽ നിന്ന് കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതിനാൽ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധം വിജയകരമാക്കാൻ ചൈനയുടെ സഹായം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ചൈന അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് ബെസന്റ് ആവശ്യപ്പെട്ടു. ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 50% ഗൾഫ് മേഖലയിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ ചൈന പൂർണ്ണമായും തള്ളി. ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ എന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ചൈന തലകുനിക്കുകയോ വഴങ്ങുകയോ ചെയ്യുന്നു എന്ന സന്ദേശം നൽകാൻ ബീജിംഗ് ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു നീക്കം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ചൈന കരുതുന്നു. അതിനാലാണ് ചൈന ഈ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്ക ചൈന തർക്കം നടക്കുന്നത് ഷീ ജിൻപിങ്ങിന്റെ സെപ്റ്റംബർ 24 വാഷിംഗ്ടൺ സന്ദർശനം നടക്കാനിരിക്കുന്നതിന് മുന്നോടിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചൈന എടുക്കുന്ന തീരുമാനമാകും ട്രംപിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ നിർണായകമാവുകയെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും ചൈന അമേരിക്കയുടെ ആവശ്യം തള്ളിയതോടെ സാമ്പത്തിക ഉപരോധത്തിൽ അമേരിക്കയ്ക്ക് അടിതെറ്റിയേക്കും എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ മുന്നറിയിപ്പിനെ കുറിച്ച് പ്രതീക്ഷിച്ച പോലെ അത് വർക്കാകില്ല എന്ന സൂചനകളാണ് വരുന്നത്. ടെഹ്റാനെതിരെ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ പുതിയ നീക്കം ആദ്യ ട്രംപ് ഭരണകൂടം നേരത്തെ പരീക്ഷിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത അതേ തന്ത്രത്തിന്റെ ആവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണുകയും ജാഗ്രത പാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപിന്റെ കാര്യം നോക്കിയാൽ ട്രംപ് ഇപ്പോൾ ആർക്കും വിശ്വസനീയനല്ല. ഇതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്മേൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞുവെന്നും അതിനാൽ ഇറാനെതിരായ സെക്കൻഡറി ഉപരോധങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകാൻ സാധ്യത കുറവാണ് എന്നും ഉള്ള വിവരങ്ങളാണ് വരുന്നത്. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നമസ്കാരം.